Welcome back. Diffusion of substances in different states. എന്താണ് ഡിഫ്യൂഷൻ? റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു നല്ല അടിപൊളി സെന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫീൽ ദ സ്മെൽ അല്ലേ? ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഫീൽ ഉണ്ടാവും. കാരണം എന്താണ്? ആ റൂം ഫുള്ള് അല്ലെങ്കിൽ ആ ഏരിയ സറൗണ്ടിങ്സ് ഫുള്ള് അതിൻ്റെ സ്മെല്ല് എത്തി കഴിഞ്ഞിരിക്കും. അതേപോലെ തന്നെ എന്താ ഒരു അൺപ്ലസൻറ്റ് സ്മെല്ലാണെങ്കിലും സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഗ്യാസ് മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സ്മെല്ലുള്ളത് കൊണ്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ സ്മെല്ലിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് കിച്ചണിൽ എന്താണ്, നമുക്ക് പോയി നോക്കേണ്ട ആവശ്യമില്ല. സോ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കളേഴ്സ്, നമുക്ക് വാട്ടറിനകത്ത് കളറൊക്കെ സ്പ്രെഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. വാട്ടർ കളർ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് കളർ ചെയ്യാൻ വേണ്ടി ഇടാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ക് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. സോ അങ്ങനെ മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Iodine is a substance that is easily converted into gas on heating. Iodine sublimate ചെയ്യുന്ന സാധനം എന്ന് കണ്ടു. Heat a few crystals of iodine in a watch glass, collect the vapor in a jar, keep another jar on top of it inverted. Observe the color of vapor. ഫസ്റ്റ് നമ്മൾ ഈ അടിയിലത്തെ കണ്ടെയ്നറിനകത്ത് അയഡിൻ്റെ വേപ്പേഴ്സ് എടുത്തു. അയഡിൻ്റെ വേപ്പേഴ്സ് ഒരു കണ്ടെയ്നറിൽ, അതിൻ്റെ മേലെ വേറൊരു കണ്ടെയ്നർ ഇൻവേർട്ടഡ് ആയിട്ട് തല കുത്തനതിന് മേലെ വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അയഡിൻ വേപ്പേഴ്സ് താഴത്തെ കണ്ടെയ്നറിൽ നിന്ന് മേലത്തെ കണ്ടെയ്നറിലേക്ക് സ്പ്രെഡ് ചെയ്തു, മോളിക്യൂൾസ് മൂവ് ചെയ്തു. സോ രണ്ട് ഭാഗത്തേക്ക് രണ്ട് കണ്ടെയ്നറിലും ഒരേപോലെ അയഡിൻ മോളിക്യൂൾസ് എത്തി. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം പറയാം, ഇതിനകത്തുണ്ടായിരുന്ന കളർ ഇല്ലാത്ത ഗ്യാസ് മോളിക്യൂൾസ് താഴേക്ക് ഇറങ്ങി വന്നു, ഇതിനകത്ത് ഉണ്ടായിരുന്ന കളേർഡ് ഗ്യാസ് മോളിക്യൂൾസ് മേലേക്കും പോയി. അതായത് എല്ലാ ഭാഗത്തേക്കും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വാട്ട് ചേഞ്ച് ഒക്കർ ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ് ഇൻ ദ ലോവർ ജാറിലെ കളറിന് എന്ത് സംഭവിക്കും? കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? Intensity decreases. What about the upper gas jar? Upper gas jarൽ കളർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ കളർ അയഡിൻ അങ്ങോട്ട് എത്തിയപ്പോൾ അയഡിൻ്റെ കളർ അങ്ങോട്ട് എത്തി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഈ അയഡിൻ മോളിക്യൂൾസ് മേലേക്ക് എത്തിയതായിരിക്കും ബിക്കോസ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് അയഡിൻ മോളിക്യൂൾസ്. ആൻഡ് ഇൻകൻസ്റ്റിക് ഹാസ് ഫ്രാഗ്രൻസ് ബട്ട് ദ ഫ്രാഗ്രൻസ് ഫിൽ ദ റൂം ഓൺലി വെൻ ദ സ്റ്റിക്ക് ഈസ് ലിറ്റ്. നമുക്കറിയാം ഇൻകൻസ്റ്റിക്ക് നമ്മൾ പൊട്ടിച്ച് പുറത്ത് വെച്ചാൽ അത് സ്മെൽ അധികം ഉണ്ടാവില്ല. ബട്ട് നമ്മളത് കത്തിച്ചാൽ, ചന്ദനത്തിരി കത്തിച്ചാലാണ് സ്പ്രെഡ് അതിൻ്റെ സുഗന്ധം എല്ലാ സ്ഥലത്തേക്കും എത്തുന്നത്. Why do the fragrance spread quickly in the room when the incandescent is lit? കത്തിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ആ റൂം ഫുള്ള് അതിൻ്റെ സ്മെല്ല് എത്തുന്നത്? പക്ഷെ നേരെ മറിച്ച് കത്തിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായിരിക്കും? ആ ഗ്യാസ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? മോളിക്യൂൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കിട്ടും അല്ലേ? ഗ്യാസ് സ്റ്റേറ്റിലാകുമ്പോൾ മോളിക്യൂൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. Is there any relation between temperature and diffusion? Temperature and diffusion തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? Why does the smell of hot food spread quickly to a long distance? അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ കിച്ചണിൻ്റെ എക്സാമ്പിൾ, കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. എപ്പോഴാണ്? അത് ബോയിൽ ചെയ്യുന്ന സമയത്ത്. എന്നാൽ തണുത്ത് കഴിഞ്ഞാൽ, ആ ഫുഡ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് കിട്ടും. അപ്പോൾ ബിരിയാണി ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ സ്മെല്ല്, അത് ചൂടായിരിക്കുമ്പോഴാണ് നമുക്ക് സ്മെല്ല് കിട്ടുക. തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് അത്ര ഉണ്ടാവില്ല. Is the rates of diffusion of substances in gas and liquids the same? ഗ്യാസിലും ലിക്വിഡ്സിലും സെയിം ആയിരിക്കും ഡിഫ്യൂഷൻ. ഗ്യാസിൽ നമ്മൾ കണ്ട സ്മെല്ല് വളരെ എളുപ്പത്തിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. എന്നാൽ നമ്മൾ കളർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു, ഇപ്പോൾ ചായക്കകത്ത് നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് ഇളക്കുക, അല്ലെങ്കിൽ വേറെ ടീ ബാഗ് ഇട്ടുന്ന കണ്ടിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തില്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആവില്ല. പക്ഷെ നേരെ മറിച്ച് സ്പ്രേയുടെ സ്മെല്ല് അത് റൂം ഫുൾ ഈവൻലി സ്പ്രെഡ് ആവും. അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഗ്യാസിൽ കൂടുതലാണ്, ലിക്വിഡ്സിൽ കുറവാണ്. Take water in a beaker, add carefully a drop of red ink into it. What do you see? Does the ink spread in water? ഇങ്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് എത്തൂല, കുറേ സമയം കൊണ്ടാണ് എത്തുക അല്ലേ? Compare the diffusion of iodine vapor and ink and find the difference. What is the relation between diffusion and movement of particle in different states? അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നോക്കിയാൽ സോളിഡ്സിൽ ഡിഫ്യൂഷൻ ഉണ്ടാവുമോ? There won't be any diffusion, കാരണം അവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല. ലിക്വിഡ്സിലും ഗ്യാസസിലും ഡിഫ്യൂഷൻ ഉണ്ട്. ലിക്വിഡ്സിലും ഗ്യാസസിലും ഡിഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളത്. ഇനി ഏതിലാണ് ഡിഫ്യൂഷൻ്റെ റേറ്റ് കൂടുതൽ? അത് ഗ്യാസിലാണ്. ഡിഫ്യൂഷൻ്റെ റേറ്റ് കുറവ് ലിക്വിഡ്സിലാണ്. ഇൻ സോളിഡ്സ് ഇസ് ദർ എ സിമിലർ പോസിബിലിറ്റി ഫോർ ഡിഫ്യൂഷൻ? നോ, വി ക്യാൻ സേ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഡിഫ്യൂഷൻ. പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ഒബ്സർവ്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ ഇങ്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സർഫസ് മുഴുവൻ സ്പ്രെഡ് ആവുന്നുണ്ടോ? ഇല്ല. അത് എവിടെയാണോ ഇങ്ക് വെച്ചിരിക്കുന്നത് അവിടെ മാത്രം. ഡിഫ്യൂഷൻ ഇസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് മിക്സ് ആകുന്നതാണ്.
ആ പാർട്ടിക്കിൾസിന് എന്ത് വേണം? ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ആ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ മോളിക്യൂൾസ് മിക്സ് ആവുള്ളൂ. ആ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉള്ളവർ ആർക്കെയാണ്? ഇറ്റ് വിൽ ബി ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ് സോ ഡിഫ്യൂഷൻ നടക്കുക. Find more examples for diffusion from daily life. First example, spreading of smell of fruits. വേറെ എന്താണ് എക്സാമ്പിൾ ഉള്ളത്? Spreading of smell of perfumes. അതേപോലെ ഗാർബേജുകൾ നമ്മൾ ഡികമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ഫൗൾ സ്മെല്ല് കിട്ടും അല്ലേ? അങ്ങനത്തെ ഫൗൾ സ്മെല്ലുകൾ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? ഡിഫ്യൂഷൻ മൂലമാണ്. അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണ് സ്പ്രെഡിങ് ഓഫ് നമ്മൾ മിൽക്ക് പൗഡർ ടീക്കകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പരസ്യത്തിലൂടെയൊക്കെ. സോ അതൊക്കെയാണ് ഡിഫ്യൂഷന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് ടോപ്പിക്, പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. You are now familiar with the states of matter and their properties of particles in these states. Each of the substances that we use are made up of tiny particles. Depending on their nature, substances can be classified into two, pure substances and mixtures. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്സ്ചേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. നോക്കാം. Molecules of water, common salt, gold have their own unique properties. Materials made up of particles of identical nature are called pure substances. So what is pure substances? ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഉള്ള അല്ലെങ്കിൽ ഐഡന്റിക്കൽ നേച്ചർ ഉള്ള പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ വാട്ടർ. വാട്ടറിന്റെ എല്ലാ ഭാഗത്തെയും മോളിക്യൂൾസ് എന്തായിരിക്കും? വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും. ഷുഗറിന്റെ എല്ലാ ഭാഗത്തെയും മോളിക്യൂൾസ് ഷുഗർ മോളിക്യൂൾസ് ആയിരിക്കും. ഗോൾഡിന്റെ എല്ലാ ഭാഗത്തുള്ള മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് മോളിക്യൂൾസ് ആണ്. കോമൺ സാൾട്ടിന്റെ എല്ലാ ഭാഗത്തും, കോമൺ സാൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലുള്ള സാൾട്ട് ആണ്. എല്ലാ ഭാഗത്തും ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും അത് സാൾട്ട് തന്നെയാണ്. ബട്ട് ഇൻ സലൈൻ വാട്ടർ, അതായത് ഉപ്പുവെള്ളത്തിൽ, ബോത്ത് പാർട്ടിക്കിൾസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് സാൾട്ട് ആൻഡ് വാട്ടർ ആർ പ്രസന്റ്. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പുണ്ട് വെള്ളമുണ്ട്. സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെന്റ് നേച്ചർ ആർ കോൾഡ് മിക്സ്ചേഴ്സ്. അപ്പോൾ എന്താണ്? രണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒന്നിലധികം പ്രോപ്പർട്ടീസ് ഉള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആ സബ്സ്റ്റൻസുകളിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? മിക്സ്ചേഴ്സ്. Classify the given materials into pure substances and mixtures. So pure substance mixture classify ചെയ്യണം. Okay, we can highlight them. Pure substance നമുക്കൊന്ന് highlight ചെയ്യാം. Gold എക്സാമ്പിൾ തന്നാണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോഡ വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? എന്താണ് സോഡ വാട്ടർ? നമ്മൾ ക്യാൻ തുറക്കുമ്പോൾ നമുക്കറിയാം ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട് വാട്ടറിനകത്ത്. നോർമൽ കേസിൽ അങ്ങനെ ഗ്യാസ് ഉണ്ടോ? സോഡ വാട്ടർ എന്ന് വെച്ചാൽ കാർബണേറ്റഡ് വാട്ടർ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആണ്. സോ സോഡ വാട്ടർ ഈസ് എ മിക്സ്ചർ. സോയിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ? സോയിൽ നമ്മൾ കുറച്ച് സോയിൽ എടുത്ത് നോക്കിയാൽ വി ക്യാൻ സീ അതിനകത്ത് ലീഫിന്റെ റിമൈനിങ്സ് ഉണ്ടാവും, റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, പല തരത്തിലുള്ള മണ്ണുകൾ ഉണ്ടാവും, പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കാണാം. സോ സോയിൽ ഈസ് എ മിക്സ്ചർ. വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലേ? ഐസിനകത്ത് വേറെ പാർട്ടിക്കിൾസ് ഉണ്ടാവോ? ഇല്ല, ഐസ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ വേപ്പർ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? നോ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഷുഗർ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? യെസ്, എല്ലാ ഭാഗത്തും എടുത്താലും ഷുഗർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കോമൺ സാൾട്ട് പ്യുവർ സബ്സ്റ്റൻസ് ആണോ? യെസ്, സോളിഡ് സ്റ്റേറ്റിലാണ് കോമൺ സാൾട്ട് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് മാത്രം പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ സൊല്യൂഷൻ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? അല്ല, ഷുഗർ പ്ലസ് വാട്ടർ ആണ്. സാൾട്ട് സൊല്യൂഷൻ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? അല്ല, സാൾട്ട് പ്ലസ് വാട്ടർ ആണ്. അതുകൊണ്ട് അത് ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും മിക്സ്ചേഴ്സ് ആണ്. എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിങ് മോർ സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ ടേബിളിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മോർ സബ്സ്റ്റൻസുകൾ, ഇപ്പോൾ ടീ ഉണ്ടാവും, ഹോട്ട് വാട്ടർ, എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് ഈ ടേബിൾ ഫിൽ ചെയ്യാം. സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സർ. അപ്പോൾ ഈ മിക്സറിലെ കമ്പോണൻസ് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഏതൊക്കെയാണ് മെത്തേഡ്സ്? മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ മിക്സ്ചേഴ്സ്. നമ്മൾ കണ്ടു പല സാധനങ്ങൾ മിക്സ്ചേഴ്സ് ആണ്. എക്സാമ്പിൾ സോയിൽ, സീ വാട്ടർ, റോക്ക് പൗഡർ, സാൻഡ്, റിവർ വാട്ടർ ആൻഡ് എയർ. ഇതൊക്കെ മിക്സ്ചേഴ്സ് ആണ്. എങ്ങനെയാണ് എയർ ഒരു മിക്സർ ആണ്? എയറിനകത്ത് ആരൊക്കെ ഉണ്ട്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ തുടങ്ങിയ പല കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എയർ ഒരു മിക്സർ ആകുന്നത്. റിവർ വാട്ടർ എന്തുകൊണ്ടായിരിക്കും മിക്സർ? റിവർ വാട്ടറിനകത്ത് ധാരാളം എന്തുണ്ടാവും? ബാക്കിയുള്ള മിനറൽസ് ഉണ്ടാവും. സോയിൽ നിന്ന് വരുന്ന ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, മഡിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും, വേറെ വേസ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ കൂടി ചേർന്ന് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും വേസ്റ്റ് ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ കൊണ്ടാണ് റിവർ വാട്ടർ എന്താണ്? മിക്സർ ആകുന്നത്. തിങ്ക് അബൌട്ട് their components. In daily life, we have occasions when components of mixture have to be separated. നമുക്ക് കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്.
Look at few instances where components of mixtures are to be separated. List out more of such instances. നമ്മൾക്ക് നിത്യജീവിതത്തിൽ മിക്സ്ചറുകളിലെ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കാം. സെപ്പറേറ്റിംഗ് ഹസ്ക് ഓർ ചാഫ് ഫ്രം പാഡി. നമ്മൾ പാഡി ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലുള്ള തോട് കളയേണ്ട ആവശ്യമുണ്ട്. സെപ്പറേറ്റിംഗ് ടീ ഡ്രഗ് ഫ്രം ടീ. ചായയിൽ നിന്ന് ചായയുടെ ചണ്ടി റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെപ്പറേറ്റിംഗ് കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. സീ വാട്ടറിൽ നിന്ന് നമുക്ക് ഉപ്പ് എടുക്കണം, എന്നാലേ നമുക്ക് സാൾട്ട് നമ്മുടെ വീടുകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മറ്റ് പല സിറ്റുവേഷനുകളും നമുക്കുണ്ടാകും. നമുക്ക് ചിലപ്പം സോയിലിൽ നിന്ന് ചിലപ്പോൾ അയൺ നെയിൽസ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരാം. പല ആവശ്യങ്ങളുണ്ടാകും. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. സർട്ടൻ ഒക്കേഷൻസ് ആർ ഗിവൺ. അതെങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ആ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത പ്രോപ്പർട്ടി. ഓക്കെ, ടീ ഡ്രഗ് ഫ്രം ടീ. എങ്ങനെയാണ് ചായയിൽ നിന്ന് ചായ ചണ്ടി? എളുപ്പമാണ്, ഫിൽട്രേഷൻ. ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് പ്രോപ്പർട്ടി. കാരണം എന്താണ്, വാട്ടർ പാർട്ടിക്കിൾസ് താഴേക്ക് വരും. വാട്ടർ പാർട്ടിക്കിൾസും ടീയുടെ കളറും എന്താണ്, താഴേക്ക് വരും. പക്ഷെ ടീ ഡസ്റ്റ് എവിടെ കിടക്കും? ആ അരിപ്പയുടെ മേലെ കിടക്കും. കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. കോമൺ സാൾട്ടിനെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുമോ? നോ. അവിടെ നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ ഇസ് ദ മെത്തേഡ് യൂസ് ടു സെപ്പറേറ്റ് കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? കോമൺ സാൾട്ട് ഇവാപ്പറേറ്റ് ചെയ്യില്ല, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും. ഓർ ഡിഫറൻസ് ഇൻ ഇവാപ്പറേഷൻ. ചാഫ് ഫ്രം പാഡി. ക്യാൻ യു സെപ്പറേറ്റ് ചാഫ് ഫ്രം പാഡി? നമ്മൾ ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ടാവും ഒരു കാറ്റിൻ്റെ സഹായത്തോടു കൂടി. ഇറ്റ് ഈസ് നോൺ ആസ് വിനോവിങ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് വിനോവിങ്. വിനോവിങ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ മാസ്. ബിക്കോസ് എന്താണ്, റൈസിന് ഭാരം കൂടുതലാണ്. ആരെക്കാളും? അവരുടെ കവറിങ്ങിനേക്കാളും ഭാരം കൂടുതലാണ്. അയൺ പൗഡർ ഫ്രം എ മിക്സർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലൂമിനിയം. എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? അയൺ പൗഡർ അലൂമിനിയം ആണ്. അയൺ പൗഡർ വി നോ ഇറ്റ് ഈസ് മാഗ്നറ്റിക്, സോ വി ക്യാൻ യൂസ് എ മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്താണ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള കാരണം? മാഗ്നറ്റിക് പ്രോപ്പർട്ടി. എന്താണ് റീസൺ? മാഗ്നറ്റിക് ഡിഫറൻസ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അയൺ കാണിക്കുന്നുണ്ട്, അലുമിനിയം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. The choice of the method of separation of components depend on the property of components of mixture. നമ്മൾ ഈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻസ് എല്ലാം നോക്കിയാൽ ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്? ആ കമ്പോണൻസ്, മിക്സ്ചറിലെ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ മെത്തേഡാണ്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് കോമൺ സാൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം സാൾട്ട് മാഗ്നറ്റിക് അല്ല. അതേപോലെ തന്നെ ചാഫ് ഫ്രം പാഡി, അവിടെ നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, രണ്ട് സോളിഡ് ആണ്, രണ്ടുപേരും അരിച്ചെടുത്താൽ പോരില്ല. You know that common salt is separated from sea by one. You know that common salt is separated from seawater by evaporation. Is this method sufficient if water is also to be obtained through separation? Here, distillation can be used. നമുക്ക് കോമൺ സാൾട്ട് മാത്രം മതിയെങ്കിൽ കടൽ വെള്ളം പറ്റിച്ചാൽ മതി, അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ പറ്റിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വാട്ടറിന് ആവശ്യമില്ല, സാൾട്ട് മാത്രം മതി. പക്ഷെ നമുക്ക് സാൾട്ടിൻ്റെ ഒപ്പം തന്നെ വാട്ടറിനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? അവിടെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. സോ ഡിസ്റ്റിലേഷൻ എന്താണ്? ഡിസ്റ്റിലേഷൻ ലെറ്റ്സ് സീ. Figure 4.7 depicts the method of distillation. Common salt solution is taken in the round bottom of the flask. On heating the solution, നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ട്. ഇതിനകത്താണ് സാൾട്ട് സൊല്യൂഷൻ, സാൾട്ട് പ്ലസ് വാട്ടർ എടുത്തിരിക്കുന്നത്. ഹീറ്റ് ചെയ്ത് അതിൻ്റെ വേപ്പേഴ്സ് ഇതിനകത്തൂടെ വരുന്നു. ഇവിടെ ഒരു കളക്റ്റിംഗ് പോട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ വേപ്പേഴ്സ് ഇവിടെ വെച്ച് ഇതിനെ കണ്ടൻസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കണ്ടൻസറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടൻസറിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ഇന്ന് വാട്ടർ ഔട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഹീറ്റ് ചെയ്യുമ്പോൾ ആരാണ് ഇവാപ്പറേറ്റ് ചെയ്യുക? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും. ആ വേപ്പർ താഴേക്ക് വന്ന് കൂൾ ഡൗൺ ചെയ്ത് പ്യുവർ വാട്ടർ കിട്ടുകയും ചെയ്തു. സോ വി ക്യാൻ സേ വിച്ച് കമ്പോണൻറ്റ് ഇവാപ്പറേറ്റ്സ്? വാട്ടർ ഇവാപ്പറേറ്റ്സ്. വിച്ച് സബ്സ്റ്റൻസ് വിൽ റിമെയിൻ ഇൻ ദ ഫ്ലാസ്ക്? ഏതാണ് റിമെയിൻ ചെയ്യുന്നത്? salt remain in the flask. What is the reason? Because water evaporates and salt does not evaporate. What happens to the water vapor when it passes through the condenser? കണ്ടൻസറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലേക്കായിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. When one component of the mixture is volatile and the others do not vaporize under the same condition,
that can be separated by distillation. So distillation method നമുക്ക് എപ്പോൾ യൂസ് ചെയ്യാം? ഇതേപോലത്തെ സിറ്റുവേഷൻ, സാൾട്ട് സൊല്യൂഷൻ എക്സാമ്പിൾ എടുത്താൽ ഒരാൾ വോളറ്റൈലാണ് അല്ലെങ്കിൽ വേപ്പറായിട്ട് പോവാണ്. മിക്സറിൽ ഒരാൾ വേപ്പറായിട്ട് മാറുന്ന കണ്ടീഷനിൽ മറ്റേയാൾ വേപ്പർ ആകാത്ത കണ്ടീഷനിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റും. If the components of a mixture possess a large difference in their boiling points, they can be separated by distillation. അപ്പോൾ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, distillation can be used to separate a mixture of water and acetone. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് സോളിഡും ലിക്വിഡും ചേർന്നിട്ടുള്ള ഒരു മിക്സർ എന്നാൽ കോമൺ സാൾട്ട് പ്ലസ് വാട്ടർ ആയിരുന്നു. എന്നാൽ ഈ ഡിസ്റ്റിലേഷൻ തന്നെ നമുക്ക് ബോയിലിംഗ് പോയിന്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിക്സേഴ്സ് സെപ്പറേറ്റ് ചെയ്യാം. എക്സാമ്പിൾ, വാട്ടർ ആൻഡ് അസറ്റോൺ, ദേ ബോത്ത് ആർ ലിക്വിഡ്സ്, രണ്ടുപേരും ലിക്വിഡ്സ് ആണ്. പക്ഷേ നോക്ക്, വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്, അസറ്റോൺ ബോയിൽ ചെയ്യുന്നത് 56 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് 56 ഡിഗ്രി എത്തുമ്പോൾ അസറ്റോൺ വേപ്പറായിട്ട് പോകും. സോ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ആദ്യമേ ആരാണ് വേപ്പറായിട്ട് വരിക? അസറ്റോൺ വേപ്പറായിട്ട് മേലേക്ക് റൈസ് ചെയ്യും. ഈ അസറ്റോണിൻ്റെ വേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് റൈറ്റ് സൈഡിലെ കണ്ടെയ്നറിൽ കിട്ടുക. Ordinary water contains many minerals dissolved in it. The distilled water used for injection and in storage battery is produced by separating these minerals through distillations. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ, ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന വാട്ടർ, ഇതൊക്കെ നമുക്ക് പ്യുവർ വാട്ടർ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റിലേഷൻ വഴിയാണ്. സോ നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. The boiling points of components have very small differences. Fractional distillation is to be used to separate them. So ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത് ബോയിലിംഗ് പോയിന്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കുമ്പോഴാണ്. പക്ഷെ ഇവരുടെ ബോയിലിംഗ് പോയിന്റുകൾ, മിക്സേഴ്സിലെ കമ്പോണൻറ്റ് ബോയിലിംഗ് പോയിന്റ് വളരെ ഡിഫറൻസ് കുറവാണെങ്കിൽ, അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യേണ്ടി വരും. സോ എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഡിസ്റ്റിലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ. നമ്മുടെ ഡിസ്റ്റിലേഷൻ്റെ അപ്പാരറ്റസിന് ഫസ്റ്റ് ഫ്ലാസ്കിന് ഇങ്ങനെ ഒരു കോളം ഇല്ലായിരുന്നു. ഇതാണ് നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ലിക്വിഡ് വേപ്പറായിട്ട് പോകും. പക്ഷേ ഇവിടെ ബോയിലിംഗ് പോയിന്റുകൾ വളരെ അടുത്താണ്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. എത്തനോൾ ബോയിലിംഗ് പോയിന്റ് 78 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മെത്തനോൾ ബോയിലിംഗ് പോയിന്റ് 65 ഡിഗ്രി സെൽഷ്യസ്. അവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കുറവാണ്, 13 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. സോ രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്ത് വരാം. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ എന്താണ് ഏറ്റവും കൂടുതൽ ബോയിൽ ചെയ്യുന്നവരായിരിക്കും? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോൾ ആയിരിക്കും. സോ മെത്തനോൾ പ്ലസ് എത്തനോൾ എന്ന് പറയുന്ന ഈ രണ്ട് വേപ്പേഴ്സും ഇതിൻ്റെ മേലേക്ക് റൈസ് ചെയ്ത് വരുന്നുണ്ടാവും. ആർക്കാണ് ഹീറ്റ് എനർജി കൂടുതൽ ഉണ്ടാകുക? അതായത് വേപ്പർ ആയിരിക്കാനുള്ള എനർജി കൂടുതൽ ആർക്കാണ് ഉണ്ടാകുക? മെത്തനോൾ ആയിരിക്കും. സോ മെത്തനോളിൻ്റെ വേപ്പേഴ്സ് ഈസി ആയിട്ട് മേലേക്ക് റൈസ് ചെയ്ത് വരും. ബട്ട് എത്തനോൾ, ബോയിലിംഗ് പോയിന്റ് കൂടിയ എത്തനോൾ എന്ത് സംഭവിക്കും? വേപ്പേഴ്സ് മേലേക്ക് വരും തോറും ഇതിൽ തട്ടിയിട്ട് തണുത്ത് താഴേക്ക് വരികയാണ് ചെയ്യുക. സോ ഇവഞ്ച്വലി അറ്റ് ലാസ്റ്റ് മേലെ എത്തുന്നത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോളിൻ്റെ വേപ്പേഴ്സ് ആയിരിക്കും. ആ വേപ്പേഴ്സ് ഈ കണ്ടൻസറിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഈ ഫ്ലാസ്കിൽ ആര് മാത്രമായിരിക്കും ഉണ്ടാവുക? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോളാണ്. സോ ethanol and methanol boiling point 65 degrees Celsius are two miscible liquids. Miscible means mix ചെയ്യാൻ പറ്റുന്നത്. There is only a small difference in their boiling points. These two liquids are separated from their mixture by fractional distillation. So ഈ രണ്ട് ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. When vapors of the mixture pass through the fractionating column, repeated liquefaction and vaporization take place. Subsequently, the vapors of low boiling methanol enters the condenser from the fractionating column, condense to liquid and get collected in the round bottomed flask first. So എന്ത് ചെയ്യും? ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ രണ്ടിൻ്റെയും വേപ്പേഴ്സ് പോകും. പക്ഷേ ഈ വേപ്പേഴ്സ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോളിൻ്റെ വേപ്പറുകൾ കണ്ടൻസറിലെത്തി അവിടുന്ന് തണുത്ത് കണ്ടൻസേഷന് വിധേയമായിട്ട് നെക്സ്റ്റ് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലെത്തും. Similarly, ethanol with a high boiling point can be collected later in the another round bottomed flask. സോ നമുക്ക് ബാക്കി ആരുണ്ടാവും? എത്തനോൾ റിമെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്യുന്നത്. നമ്മൾ ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് പെട്രോൾ, കെറോസിൻ, ഹെവി ഓയിൽ,
ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഇവരൊക്കെ. ഈ ക്രൂഡ് ഓയിൽ എന്താണ്? നമ്മൾ എർത്തിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്ന ഓയിലാണ് ക്രൂഡ് ഓയിൽ. ഇതിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഫ്യൂവൽസ്. പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഏവിയേഷൻ ഫ്യൂവൽ ആയിക്കോട്ടെ, ടാർ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ വഴിയാണ്. സോ 2 മെത്തേഡ് കണ്ടു, ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാൾ വോളറ്റൈലും മറ്റേയാൾ നോൺ വോളറ്റൈലും ആയിരിക്കുമ്പോൾ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് വളരെ അടുത്തായിരിക്കുമ്പോഴാണ്. സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. സോ നെക്സ്റ്റ് മെത്തേഡ്, സെപ്പറേറ്റിംഗ് ഫണൽ. എക്സാമ്പിൾ, പരസ്പരം മിക്സ് ആകാത്ത 2 ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട മെത്തേഡാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഇമ്മിസിബിൾ ലിക്വിഡ്സ്. Fill 1/4 of a bottle with kerosene. Pour equal amount of water into it. Close the bottle and shake it. Keep it aside for a few minutes. What do you observe? നമുക്ക് എന്താണ് കാണാൻ പറ്റുക? കെറോസിനും വാട്ടറും ഡിഫറെൻറ്റ് ലെവൽസിൽ നിൽക്കുന്ന കാണാം. അതായത് കെറോസിൻ വാട്ടറിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടായിരിക്കും റീസൺ? കാരണം അവർ തമ്മിൽ മിക്സ് ആവില്ല. അപ്പോൾ വാട്ടറും ഓയിലും ഒരിക്കലും മിക്സ് ആവില്ല. നമ്മൾ എത്ര മിക്സ് ചെയ്താലും വാട്ടറും ഓയിലും മിക്സ് ആവില്ല. കാരണം ഓയിൽ മേലെ നിൽക്കും, വാട്ടർ താഴെ നിൽക്കും. ദേ ആർ ഇമ്മിസിബിൾ ലിക്വിഡ്സ്. വിച്ച് ലിക്വിഡ് ഈസ് സീൻ അറ്റ് ദ ബോട്ടം? വൈ? ഏത് ലിക്വിഡാണ് ബോട്ടത്തിൽ ഉണ്ടാവുക? വാട്ടർ ആയിരിക്കും. ബിക്കോസ് വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് കെറോസിൻ ആൻഡ് വാട്ടർ ഫ്രം ദിസ് മിക്സർ? ഈ മിക്സറിൽ നമുക്ക് കെറോസിനും വാട്ടർ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? സോ അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് സെപ്പറേറ്റിംഗ് ഫണൽ. Separating funnel is an apparatus used for separating immiscible liquids from their mixture. നോക്കിക്കോളൂ, ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. നമ്മൾ നേരത്തെ മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തു. ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റിംഗ് ഫണലാണ്. സോ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ്. ഒരു കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നറിന് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യും? ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. സോ രണ്ട് ലെയർ ആയിട്ട് കിടക്കും, സെപ്പറേറ്റ് ലെയർ. ഈ ടാപ്പ് ജെന്റിലായിട്ട് ഓപ്പൺ ചെയ്യും. വളരെ സ്ലോയിൽ ഓപ്പൺ ചെയ്താൽ ഡ്രോപ്പ് ആയിട്ട് താഴെയുള്ള ലിക്വിഡ് താഴേക്ക് വരും. അത് താഴെ ഒരു ബീക്കറിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ ലിക്വിഡ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ടാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സിമ്പിളായിട്ട് കളക്ട് ചെയ്യാം. എന്താണ്? മേലുള്ള ലിക്വിഡ് ഈ സെപ്പറേറ്റിംഗ് ഫണലിനകത്തും നമുക്ക് താഴെയുള്ള ലിക്വിഡ്, താഴെ ഉണ്ടായിരുന്ന ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് നമുക്ക് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാൻ സാധിച്ചു. ഇനി 2ൽ കൂടുതൽ മിക്സർ ഉണ്ടെങ്കിലോ പല ലെയേഴ്സിൽ കിടക്കും. നമുക്ക് ടാപ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ലിക്വിഡ് കളക്ട് ചെയ്തു, കണ്ടെയ്നർ മാറ്റി, അടുത്ത പാത്രം വെച്ചു, വീണ്ടും കളക്ട് ചെയ്തു, അടുത്ത പാത്രം വെച്ചു. സോ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ. സോ നമുക്ക് മെത്തേഡുകൾ കണ്ടു, 3 മെത്തേഡുകൾ കണ്ടു: ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് സെപ്പറേറ്റിംഗ് ഫണൽ. നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാണ്, സബ്ലിമേഷൻ. Sublimation. Hope you remember collecting iodine vapor by heating iodine crystals. നമ്മൾ കണ്ടു അയഡിനെ ഹീറ്റ് ചെയ്ത് അയഡിൻ വേപ്പേഴ്സ് ഉണ്ടാക്കി. ആ വേപ്പേഴ്സിനെ കളക്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ഡയറക്റ്റ്ലി സോളിഡ് ആയിട്ട് മാറി. Iodine is a substance that changes directly into gas on heating without changing into liquids. Which other substances show the same property? നമ്മൾ കണ്ടു സെയിം പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരാണ് ക്യാംഫർ ഒക്കെ അല്ലേ. Take naphthalene, camphor, ammonium chloride in separate test tubes. Heat them and observe. Do they melt into liquid? അപ്പോൾ നമുക്ക് നാഫ്തലിൻ, ക്യാംഫർ, അമോണിയം ക്ലോറൈഡ് ഇവരെ എടുത്ത് ഹീറ്റ് ചെയ്താൽ കാണാം ഇവർ ലിക്വിഡ് ആവില്ല, നേരെ മറിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഗ്യാസ് ആയിട്ട് മാറുകയാണ്. സോ ഇങ്ങനെ ലിക്വിഡ് ആകാണ്ട് നേരെ ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. The process in which a solid, when heated, changes directly into gas without melting into liquid is called sublimation. So what is sublimation? ഒരു സോളിഡ് അതിനെ ഹീറ്റ് ചെയ്ത ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാതെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യാന്ന് പറയാം. That process is called sublimation. This method can be used to separate components which have the property of sublimation from the mixture. അപ്പോൾ ഒരു മിക്സ്ചറിൽ ആരെങ്കിലും സബ്ലിമേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സബ്ലിമേഷൻ യൂസ് ചെയ്യാം. Look at the given picture 4.1 showing the arrangement of separating the components of a mixture of ammonium chloride and sand. നമുക്ക് നോക്കാം, ഒരു മിക്സർ കിട്ടി, അമോണിയം ക്ലോറൈഡ് പ്ലസ് സാൻഡ്. അമോണിയം ക്ലോറൈഡും സാൻഡും ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡ് സബ്ലിമേറ്റ് ചെയ്യുന്ന ആളാണ്. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ. ഹൗ ഡിഡ് യു ഒബ്റ്റെയിൻ പ്യുവർ അമോണിയം ക്ലോറൈഡ്? അപ്പോൾ നേരത്തെ നമ്മൾ അയഡിൻ വേപ്പർ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അയഡിൻ ഇവിടുന്ന് ഹീറ്റ് ചെയ്തപ്പോൾ അയഡിൻ വേപ്പറായിട്ട് ഇവിടെ മേലെ വന്നു. അതിനെ തണുപ്പിച്ചപ്പോൾ എന്താണ്? അയഡിൻ ക്രിസ്റ്റൽസ് ആയിട്ട് മാറി. ഇവിടെ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആളും സാൻഡുമാണുള്ളത്. അതിന് നമ്മളൊരു
ഹീറ്റ് സോഴ്സിൻ്റെ മേലെ വെച്ച് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആര് മാത്രമാണ് വരിക? അമോണിയം ക്ലോറൈഡ് വേപ്പറായിട്ട് റൈസ് ചെയ്യും. സാൻഡ് വേപ്പർ ആവുമോ? ഇല്ല. അമോണിയം ക്ലോറൈഡ് സബ്ലിമേറ്റ് ചെയ്യുന്ന ആളാണ്. സോ ഇറ്റ് വിൽ ബി വേപ്പർ. ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പറായിട്ട് വരും. ആ വേപ്പർ മേലേക്ക് വരും. പക്ഷെ ഇവിടെ മൗത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. സോ ഇവിടെ വന്ന് ആ വേപ്പേഴ്സ് കളക്ട് ചെയ്യപ്പെടും. എവിടെയാണ് ഹീറ്റ് കൂടുതൽ ഉണ്ടാകുക? താഴ്ഭാഗത്ത് ഹീറ്റ് കൂടുതലും, മേലെ തണുപ്പാണ്. കമ്പാരിറ്റീവ്ലി ഹീറ്റ് കുറവാണ്. സോ വേപ്പർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ തണുത്തിട്ട് എന്തായിട്ട് മാറാം? നേരെ സോളിഡിഫിക്കേഷൻ നടന്ന് സോളിഡായിട്ട് ഈ കണ്ടെയ്നറിൻ്റെ സൈഡിലൂടെ പറ്റി പിടിക്കാം. സോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഇതിനുള്ളിലെ അമോണിയം ക്ലോറൈഡ് ഫുൾ എവിടെ എത്തിയിട്ടുണ്ടാവും? സോളിഡായിട്ട് ഈ വെസലിൻ്റെ സൈഡിലൂടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോളിഡിഫിക്കേഷൻ നടന്ന് അവിടെ ഉണ്ടാവും. സോ ഇങ്ങനെ ഈ മെത്തേഡിലൂടെ നമുക്ക് സബ്ലിമേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഒരു മിക്സറിനകത്ത് സബ്ലിമേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ് പ്ലസ് സാൻഡ് എന്ന് പറയുന്ന മിക്സർ, ഓർ നാഫ്തലിൻ പ്ലസ് സാൻഡ്, അങ്ങനെ ഏത് കോമ്പൗണ്ടിൻ്റെയും വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് മെത്തേഡ്, സെൻട്രിഫ്യൂഗേഷൻ. This is a method for separating components from a mixture based on differences in mass of particles. So, ഈ മെത്തേഡിൻ്റെ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് പാർട്ടിക്കിൾസ്. ഇത്രയും നേരം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ബോയിലിംഗ് നേച്ചറൊക്കെയാണ് യൂസ് ചെയ്തത് അല്ലേ? ഡിസ്റ്റിലേഷനിൽ ബോയിലിംഗ് പോയിന്റ് ആണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ബോയിലിംഗ് പോയിന്റ് ആണ്. എന്നാൽ സെപ്പറേറ്റിംഗ് ഫണലിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് നല്ല യൂസ് ചെയ്തത്. അത് ഇമ്മിസിബിൾ മിക്സേഴ്സ് ആണ്. ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് അടുത്ത മെത്തേഡ് സബ്ലിമേഷനിലോ, സബ്ലിമേഷനിൽ നമുക്ക് സബ്ലിമേറ്റിംഗ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സെൻട്രിഫ്യൂഗേഷൻ. അവിടെ മാസാണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾസ് ആൻഡ് ഓൾസോ ഫോർ ക്വിക്ക് സെപ്പറേഷൻ ഓഫ് ദ precipitate obtained during chemical experiments. സോ ഈ മെത്തേഡ് നമ്മൾ ബ്ലഡ് സാമ്പിളുകളും ലാബുകളിൽ കെമിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ കെമിക്കൽ എക്സ്പെരിമെൻറ്റിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിനകത്ത് കിട്ടുന്ന സോളിഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് പ്രസിപ്പിറ്റേറ്റ് പ്രോഡക്റ്റ് ആണ്. The liquid containing the sample is taken in a test tube and is rotated about a central point in the instrument. The particles with higher mass then get separated away from the center and those with lower mass remain close to the center. അപ്പോൾ നോക്ക് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സെൻട്രിഫ്യൂഗ്, കുറച്ച് ടെസ്റ്റ് ട്യൂബുകളിനകത്ത് നമ്മൾ കുറച്ച് മഡി വാട്ടറും ചോക്ക് പൗഡറും എടുത്തു തരുക. അതിനെ നമ്മൾ സെൻട്രിഫ്യൂഗ് മെഷീനകത്ത് വെച്ചു റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ എന്തുണ്ടാവും? ആ മഡി വാട്ടറിലെ മഡ് ഫുള്ള് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്തു, ചോക്ക് വാട്ടറിലെ ചോക്ക് പൗഡറും താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്തു. എന്തുകൊണ്ടാണ്? ഈ കറക്കം കൊണ്ട്. കറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? മാസ് കൂടുതലുള്ള ആൾ കൂടുതൽ അകന്ന് നിൽക്കാൻ തോന്നും സെൻറ്ററിൽ നിന്ന് അല്ലേ? നമ്മൾ ഏത് പോയിന്റിനെ വെച്ചിട്ടാണോ കറക്കുന്നത് ആ പോയിന്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ തോന്നും. മാസ് കുറവുള്ളവരാണ് നടുക്ക് വരിക. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്, മാസിനെ ബേസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോല്യൂബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് mixture on the basis of their mass difference, centrifuge is used. This process is known as centrifugation. അപ്പോൾ നമുക്ക് ഇൻസോല്യൂബിൾ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഒരു ലിക്വിഡിലെ ഇൻസോല്യൂബിൾ പാർട്ടിക്കിൾസ്, ഇപ്പോൾ മഡ്, ചോക്ക് പൗഡർ, ഇതൊന്നും ഇൻസോല്യൂബിൾ ആണ്, ഒരിക്കലും സോല്യൂബിൾ ആവില്ല. എന്നാൽ ഷുഗർ, സാൾട്ട്, ഇവരൊക്കെ എന്താണ്? സോല്യൂബിൾ സബ്സ്റ്റൻസ് ആണ്. അവരെ നമുക്ക് സെൻട്രിഫിക്കേഷൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് കുറച്ച് മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സെൻട്രിഫിക്കേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. This method is used for separating butter from curd. പണ്ട് കാലം തൊട്ടേ നമ്മൾ കണ്ടിട്ടുണ്ടാവും കേർഡിനകത്ത് നിന്ന് ബട്ടർ എടുക്കുക. മിക്സിയിൽ, ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാറുണ്ട്. ഒരു ജാറിലിട്ട് നമ്മൾ മിക്സി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബട്ടർ എവിടെയാണ് പറ്റി പിടിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? Then last method, chromatography. Put a black spot using a sketch pen on the end of a filter paper. Cut like a ribbon. Keep this dipped in water in a beaker as shown in the figure 4.12a. അപ്പോൾ നോക്കിയാൽ എന്താണ്? ആ ബ്ലാക്ക് ഡോട്ട് സ്പ്രെഡ് ചെയ്ത് മേലേക്ക് റൈസ് ചെയ്യുന്ന കാണാം. ഓക്കെ, വാട്ടർ ലെവല് ആ ഫിൽട്ടർ പേപ്പറിലൂടെ റൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ കളർ സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ്. വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ് വെൻ ദ വാട്ടർ ലെവൽ ഇൻ ദ ഫിൽട്ടർ പേപ്പർ അസെൻസ്? നമുക്ക് കാണാൻ പറ്റും എന്താണ്? ആ കളർ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? What can be inferred from the different colors found in the filter paper? നമ്മൾ ബ്ലാക്ക് ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ സ്പ്രെഡ് ചെയ്ത് വന്നപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. കാരണം എന്താണ്? ഈ ബ്ലാക്ക് ഡോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെൻറ്റ് കളേഴ്സായി കമ്പൈൻ ചെയ്തിട്ടാകാം അല്ലേ?
This method of separating components of a mixture is known as chromatography. എന്താണ് ഇങ്ങനെ മിക്സേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് chromatography. Chromatography is a method used to separate more than one solute dissolved in same solvent. ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഒരു മിക്സർ ആണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യും. This method was first employed for separating colored substances and hence this process came to be known as chromatography. അപ്പോൾ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്ത് കളേർഡ് സബ്സ്റ്റൻസുകളെ സെപ്പറേറ്റ് ചെയ്യാനാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ പേര് ക്രോമാറ്റോഗ്രഫി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ലുക്ക് അറ്റ് സം ഒക്കേഷൻസ് വെയർ ക്രോമാറ്റോഗ്രഫി ഈസ് എംപ്ലോയിഡ്. ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസ് നോക്കാം. ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഫ്രം ഡൈ. ഡൈ മീൻസ് കളറാണ്. നമുക്ക് ഡ്രസ്സുകളിൽ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലിൽ നമ്മൾ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡൈ. ഹെയർ ഡൈ കേട്ടിട്ടുണ്ടാവും. ടു സെപ്പറേറ്റ് പോയിസണസ് സബ്സ്റ്റൻസസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. ബ്ലഡിൽ മിക്സ് ആയിരിക്കുന്ന പോയിസണസ് സബ്സ്റ്റൻസുകളെ സെപ്പറേറ്റ് ചെയ്യും. ലാബുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Hope you are now familiar with some of the methods of separating components from a mixture. The components of a mixture will have to be separated by employing above method as well as by some other modern techniques. You will learn them in higher classes. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എങ്ങനെ നടക്കുന്നു, ഹീറ്റ് ചെയ്താൽ കൂൾ ചെയ്താലൊക്കെ. പിന്നെ അതിനുശേഷം മിക്സ്ചർ പ്യുവർ സബ്സ്റ്റൻസ് കണ്ടു, ദെൻ ഡിഫ്യൂഷൻ കണ്ടു, ദെൻ മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് കണ്ടു. ഏതൊക്കെയാണ്? ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, സെപ്പറേറ്റിംഗ് ഫണൽ, ക്രോമാറ്റോഗ്രഫി, സെൻട്രിഫ്യൂഗേഷൻ, ഇങ്ങനെയുള്ള മെത്തേഡ്സുകൾ കണ്ടു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.